തന്നിലൊരു നല്ല അഭിനേതാവുണ്ടെന്ന് റഷീദ് മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ പത്മരാജൻ റഷീദിലെ നടനെ കണ്ടെത്തുകയും തേച്ചുമിനുക്കിയെടുക്കുകയും ചെയ്തു. വിശ്വാസപൂർവം തന്നെ തന്റെ നായക കഥാപാത്രത്തെ പത്മരാജൻ ഇദ്ദേഹത്തിന് നൽകുകയായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിലെത്തും മുമ്പ് തന്നെ റഷീദ് സിനിമയിലെ നായകന്റെ ആത്മാവ് സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. പ്രേം പ്രകാശ് എന്ന് പറയുന്ന നടനുണ്ട്, ജോസ് പ്രകാശിൻ്റെ അനുജൻ. അദ്ദേഹം വെടിയിറച്ചി കച്ചവടമാണ്. വെടിയിറച്ചിയും കൊണ്ട് കള്ളുഷാപ്പിലേക്ക് കൊണ്ടുപോകുന്നതിൽ കൊണ്ടുവരുന്നു. അപ്പം ഞാൻ ഒരു മരത്തിൻ്റെ മുട്ടിൽ ഇങ്ങനെ വന്ന് ഒരു 6 നീന്തിക്കിടന്ന് ഇരിക്കുക. അവിടെ അടുത്ത പരിപാടി എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വെടിയിറച്ചി കൊണ്ട് ഈ വെടിയിറച്ചി കാണുമ്പോൾ ഫൈൽമാന് കൊതി തോന്നി. അപ്പം പതുക്കെ ഒന്ന് ഉമിനീരിറക്കി ആ കൊതിയൊന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് ഉമിനീരിറക്കിയപ്പോൾ ഉമിനീര് പോകുന്നില്ല, സ്റ്റക്കായിപ്പോയി അവിടെ. അപ്പം തന്നെ കട്ട് വിളിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല ഇങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, ധൈര്യം കൊണ്ടിരിക്കുന്നത്, കുറച്ച് നാരങ്ങവെള്ളം കൊടുന്നു. നാരങ്ങവെള്ളം അപ്പം എത്ര ടേക്ക് പോയാലും കുഴപ്പമില്ല, ചുമ്മാ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന പോലെ അങ്ങ് അനുസരിച്ചാൽ മതിയെന്ന്. അതനുസരിച്ച് ആ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. സ്റ്റേറ്റ് വോളിബോൾ പ്ലെയറായിരുന്നു, പിന്നെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിലുണ്ടായിരുന്നു, റെസ്ലിംഗ് പഠിച്ചു. അങ്ങനെ റെസ്ലിങ്ങിൽ ചേർന്നു, 8 കൊല്ലത്തെ സ്ട്രേറ്റ് റെക്കോർഡ് ഇട്ട്. ഇങ്ങനെയൊക്കെ കുറേ ഒക്കെ വന്നപ്പോൾ ശരീരവും ആ രീതിയിൽ വന്നപ്പോൾ അതെല്ലാം കണ്ട് ഗുസ്തിക്ക് ഒരാൾ വേണമെന്നപ്പോൾ അങ്ങനെയാണ് ഈ ഗുസ്തിയിൽ വരുന്നത്. അപ്പോൾ അതിലൊരു പടം, ആ പടം നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. അത് അവരുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട്. പിന്നെ ആ ഇടയ്ക്ക് പിന്നെ കുറേ സിനിമകൾ വന്നു. രണ്ടാമത് വന്നത് ഇണ, IV ശശിയുടെ. അതവിടെ മദ്രാസിൽ നിന്ന് തന്നെ ഇവിടെ ടെലഗ്രാം ചെയ്യുക. അതനുസരിച്ച് ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും അവിടെ മേക്കപ്പ് ടെസ്റ്റൊക്കെ കഴിഞ്ഞെടുത്തിട്ട് അദ്ദേഹം ആ വേഷം ചെയ്യാൻ എന്നോട് പറഞ്ഞു. അവിടെ അങ്ങനെ 1 മാസത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴാണ് മുത്താരംകുന്ന് വീവ് അതിൽ കിട്ടിയത്. അത് കഴിഞ്ഞ് അടുത്തത് പത്മരാജൻ്റെ അരപ്പട്ട കെട്ടിയ ഗ്രാമം. അതിലൊരു ഈ ഫയൽമാൻ്റെ മറ്റൊരു വേഷമായിരുന്നു. ഫയൽമാനല്ല, ക്യാരക്ടർ മറ്റൊരു ക്യാരക്ടറായിരുന്നു, ഒരു വില്ലൻ ക്യാരക്ടർ ടൈപ്പായിരുന്നു. ഇത് തമ്മിൽ എൻ്റർലി ഡിഫറൻ്റ് ആയിരുന്നു. അതിനുശേഷം പറന്നെന്നും പറഞ്ഞൊരു സിനിമയുണ്ട്, അതും അദ്ദേഹം എനിക്ക് തന്നു. പക്ഷേ നമ്മുടെ സമയം മോശം, അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉള്ള പോക്ക് ഇല്ലായിരുന്നു, ഇന്ന് ഞാൻ ഫീൽഡിൽ കാണുമായിരുന്നു. അഭിനയ ആഗ്രഹം അതിശക്തമായ കാലത്ത് റഷീദ് സിനിമയോട് അടുത്ത് നിൽക്കാൻ ശ്രമിച്ചിരുന്നു. സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗത്തിൽ നിന്ന് അവധി വാങ്ങിയായിരുന്നു സിനിമയ്ക്ക് പിന്നാലെയുള്ള സഞ്ചാരം. നല്ല വേഷങ്ങളോ മെച്ചപ്പെട്ട സാമ്പത്തികമോ ഒന്നും സിനിമ ഈ കലാകാരന് നൽകിയില്ല. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പിൻവാങ്ങി സ്ഥായിയായ തൊഴിലിൽ ശ്രദ്ധിക്കുകയായിരുന്നു പിന്നീട്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് NOC എന്നിട്ടുണ്ടായിരുന്നു ഈ പടത്തിൽ അഭിനയിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ സാങ്കേതികമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. പിന്നെ ലീവ് എടുക്കുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടത്തില്ല, പിന്നെ ഇവരെന്തെങ്കിലും തന്നാലേ നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കുറേ പടങ്ങൾ, ഒരു 40 പടങ്ങളോളം ചെയ്തു. പിന്നെ അങ്ങനെ വന്നു. അതിനുശേഷം പിന്നെ ഈ കുറച്ചു കാലം അങ്ങ് മാറി നിൽക്കാനുള്ള കാരണം എനിക്ക് പ്രൊമോഷനൊക്കെ, ഞാൻ A2 ഒക്കെ ആയി, എനിക്ക് ട്രാൻസ്ഫർ ഒക്കെ ഒന്ന് അങ്ങനെ ഇതുമായിട്ട് ജോലിയുമായിട്ടുള്ള ഇതിലൊരു 3-4 വർഷം അങ്ങ് മാറി നിന്നു. അപ്പം അങ്ങനെ കുറേ ബ്രേക്ക് വന്നു. ബ്രേക്കിന് ശേഷം എന്നെ ഒരു പ്രാവശ്യം ഇതിലേക്ക് വിളിച്ചു, ജ്വാലയായി സീരിയലിൽ. അപ്പോൾ മമ്മൂട്ടി അവിടെ ഒന്ന് പറഞ്ഞു, ഇങ്ങനെ റഷീദൊക്കെ എവിടെയാണല്ലോ താമസിക്കുന്നത്, പുള്ളിയെ കണ്ടിട്ട് ഒത്തിരി കാലങ്ങളായി. അങ്ങനെ എന്നെ അലിയാരി വിളിച്ച് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ എനിക്കതിലൊരു അതിൻ്റെ 100ാം എപ്പിസോഡ് തുടങ്ങുമ്പം എനിക്കതിൽ ഒരു വേഷം തന്നു, ഒരു മുതലാളിയായിട്ട്. അതിലൊരു കുറേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്തതായിട്ട് മെരിലാൻഡിൻ്റെ കുമാർ സാറിൻ്റെ ഇൻ്റലിജൻസിൽ വന്നു.